പ്രിയമുള്ളവരെ, ഇന്ന് ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. പുസ്തക വായന മനസ്സിൽ വെളിച്ചം വിതറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഭാഗ്യവുമാണ്. കാരണം കൂടുതൽ വായിക്കുന്നവർക്കല്ലേ കൂടുതൽ അറിവുണ്ടാവുകയുള്ളൂ. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കവി കുഞ്ഞുണ്ണി മാഷിന്റെ തമാശയും ഈ അവസരത്തിൽ ഓർക്കുന്നു. റഷ്യൻ എഴുത്തുകാരനും ചിന്തകനുമായിരുന്ന ലിയോ ടോൾസ്റ്റോയ് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ രചിച്ച കൃതിയാണ് യുദ്ധവും സമാധാനവും. ഈ പ്രശസ്ത കൃതിയിൽ നിന്ന് ഒരു ചെറിയ കെട്ട് കഥയെടുത്ത് കുട്ടികൾക്ക് വേണ്ടി കഥയാക്കി മാറ്റിയതാണ് ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന കഥ. 1872 ടോൾസ്റ്റോയ് ഈ കഥ എഴുതുന്നത്. പണ്ട് സ്കൂളിൽ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ഈ കഥ പാഠ്യഭാഗമായിരുന്നു. ഈ കഥയുടെ ഒരു രത്ന ചുരുക്കം ഇന്ന് ഈ പുസ്തക ദിനത്തിൽ ഞാനിവിടെ വായിക്കുന്നു. വ്ളാഡിമർ എന്ന സ്ഥലത്തെ ഒരു വ്യാപാരിയായിരുന്നു ഈ കഥയിലെ മുഖ്യ കഥാപാത്രമായ ഹക്സിനോവ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇവാൻ ഡിമിട്രിച്ച് ഹക്സിനോവ് എന്നാണ്. ഇയാൾക്ക് വീടും ഭാര്യയും കുട്ടികളുമുണ്ട്. കൂടാതെ 2 കടകളുമുണ്ട്. വിവാഹത്തിന് മുൻപ് ഇദ്ദേഹം നല്ല രീതിയിൽ മദ്യപിക്കുമായിരുന്നു. എന്നാൽ വിവാഹശേഷം മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു. ഒരു വേനൽക്കാലത്ത് അവിടുത്തെ ഒരു പ്രമുഖ വ്യാപാര കേന്ദ്രത്തിൽ കച്ചവടത്തിനായി ഇയാൾ പോകാനൊരുങ്ങി. ആ സമയത്ത് ഇയാളുടെ ഭാര്യ വന്ന് ഹക്സിനോവിനെ തടസ്സപ്പെടുത്തി. കാരണം തലേദിവസം രാത്രി ഭാര്യ ഒരു സ്വപ്നം കണ്ടു. കച്ചവടത്തിന് പോയി തിരിച്ചു വന്ന ഹക്സിനോവ് തലയിൽ നിന്ന് തൊപ്പി ഊരിയപ്പോൾ ഇയാളുടെ തലമുടി മുഴുവൻ നരച്ചിരിക്കുന്നതായി കാണപ്പെട്ടു. ഇതായിരുന്നു ആ സ്വപ്നം. ഇത് ഒരു ദുസ്സൂചനയാണെന്ന് പറഞ്ഞാണ് ഭാര്യ ഇയാളെ യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഹക്സിനോവ് ഇത് കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഇതൊരു പക്ഷേ ഒരു ശുഭസൂചനയാകാമെന്നും വാദിച്ച് കച്ചവടത്തിനായി പുറപ്പെട്ടു. യാത്രക്കിടയിൽ ഒരു ചങ്ങാതിയെ കണ്ടുമുട്ടി ഹക്സിനോവ് അയാളും ഒരുമിച്ച് യാത്ര തുടർന്നു. ഇടയ്ക്ക് ഒരു സത്രത്തിൽ കയറി ചായ കുടിച്ച് അടുത്തടുത്ത മുറികളിലായി അന്തി ഉറങ്ങുന്നു. സാധാരണഗതിയിൽ പുലർച്ചെ അതിനേരത്തെ ഉണരുന്ന ശീലമുള്ള ആളാണ് ഹക്സിനോവ്. അടുത്ത മുറിയിൽ ഉറങ്ങുന്ന സുഹൃത്തിനെ ഉണർത്താതെ തന്നെ അതിരാവിലെ ഉണർന്ന് യാത്ര തിരിച്ചു. എന്നാൽ യാത്രാമധ്യേ ചില പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഹക്സിനോവിനെ തടഞ്ഞു നിർത്തി. കാരണമറിയാതെ വിഷമിച്ച ഹക്സിനോവിനോട് അടുത്ത മുറിയിൽ ഉറങ്ങിയിരുന്ന ഇയാളുടെ സുഹൃത്ത് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട വിവരം പോലീസ് അറിയിക്കുന്നു. എന്നാൽ താൻ നിരപരാധിയാണെന്നും ഹക്സിനോവ് ആണയിട്ടെങ്കിലും പോലീസ് ഇയാളുടെ ബാഗ് പരിശോധിക്കുന്നു. ആ സമയത്ത് ഇയാളുടെ ബാഗിൽ നിന്ന് രക്തം പുരണ്ട ഒരു കത്തി പോലീസ് കണ്ടെടുക്കുന്നു. അറസ്റ്റ് ചെയ്ത് ഇയാളെ ജയിലിലാക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ഇയാളെ കാണാൻ ചെന്ന ഭാര്യ ഈ കുറ്റം യഥാർത്ഥത്തിൽ ഹക്സിനോവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അത് ചെയ്തത് ആരെന്ന സത്യം ദൈവത്തിന് മാത്രമാണ് അറിയുന്നതെന്ന് ഹക്സിനോവ് ഭാര്യയോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുന്നു. കൊടും തണുപ്പുള്ള സൈബീരിയയിലെ ജയിലിൽ 26 വർഷങ്ങളാണ് ഹക്സിനോവ് കഴിഞ്ഞത്. ജയിൽ ജീവിതത്തിനിടയിൽ ഇയാൾ കൂടുതൽ മതവിശ്വാസിയും ദൈവവിശ്വാസിയുമായി മാറിക്കഴിഞ്ഞിരുന്നു. 26 വർഷത്തെ ജയിൽ ജീവിതത്തിൽ ഹക്സിനോവിന്റെ തലമുടിയും താടിയും ഒക്കെ പൂർണ്ണമായും നരച്ച് താടി നീണ്ടു വളർന്നിരുന്നു. അയാൾ ചിരിക്കാതെയുമായിരുന്നു. എപ്പോഴും പ്രാർത്ഥനയിൽ മാത്രം മുഴുകുകയാണ് ചെയ്തത്. ഇത് കണ്ട് സഹതടവുകാരായുള്ളവർ ഇയാളെ മുത്തച്ഛൻ എന്നും പുണ്യാളൻ എന്നും ഒക്കെ വിളിച്ചു പോന്നു. ഇയാൾ ജയിലിൽ ചെരുപ്പുണ്ടാക്കാൻ പരിശീലിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുകയും പള്ളിയിലെ ഗായക സംഘത്തിൽ പാട്ടുപാടാനും കൂടിയിരുന്നു. അങ്ങനെ കാലം പോകവേ ജയിലിലേക്കും മറ്റൊരു തടവുകാരൻ കൂടെ എത്തുന്നു. അയാളുടെ പേര് മക്കാർ സെമ്യോണിച്ച് എന്നായിരുന്നു. ഈ സെമ്യോണിച്ചുമായുള്ള ഇടപെടലിൽ ഹക്സിനോവിന് മനസ്സിലായി, അന്ന് തനിക്കൊപ്പം ഉണ്ടായിരുന്ന കച്ചവടക്കാരനെ കൊന്നയാളാണ് ഈ സെമ്യോണിച്ചെന്ന്. ഇയാൾ ഹക്സിനോവിനെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ ഏതോ ശബ്ദം കേട്ട് മറ്റേ കച്ചവടക്കാരനെ കൊന്ന രക്തം പുരണ്ട കത്തി ഹക്സിനോവിന്റെ ബാഗിൽ വെച്ച് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. പക്ഷേ പിന്നീട് വേറെ ഏതോ കേസിൽ പിടിക്കപ്പെട്ടാണ് ഈ ജയിലിൽ വരുന്നത്. ഈ കൊലയാളി സെമ്യോണിച്ച് ഭീകരനായ ഒരു കവർച്ചക്കാരൻ കൂടി ആയതിനാൽ ജയിലിൽ നിന്ന് ഏത് വിധേനയും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഇതിനുവേണ്ടി അതീവ രഹസ്യമായി ഒരു ടണൽ തന്നെ ജയിലിൽ ഇയാൾ കുഴിച്ചു. ഇത് ഹക്സിനോവ് കാണാനിടയായി എന്ന് മനസ്സിലാക്കിയ സെമ്യോണിച്ച്
അക്സിനോവിനും ഈ ടണൽ വഴി രക്ഷപ്പെടാനാകുമെന്ന് പറയുന്നു. എന്നാൽ തനിക്ക് രക്ഷപ്പെടേണ്ട കാര്യമില്ലെന്നും വർഷങ്ങൾക്ക് മുൻപ് തന്നെ താങ്കൾ എന്നെ കൊന്നതല്ലേ എന്നും അക്സിനോവ് ആത്മഗതമായി പറയുന്നു. കുറച്ചു കഴിഞ്ഞ് ജയിൽ അധികൃതർ ഈ ടണൽ കണ്ടെത്തി അന്വേഷണം തുടങ്ങി. ഇതാരാണ് ചെയ്തതെന്ന് അന്വേഷണം തുടങ്ങി. സത്യം അറിയാമായിരുന്ന ഹക്സിനോവ് ഒരിക്കലും സെമ്യോണിച്ചിന്റെ പേര് വെളിപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം നിശബ്ദനായിരുന്നു. അങ്ങനെ തന്റെ പേര് പറഞ്ഞു കൊടുക്കാതെ രക്ഷപ്പെടുത്തിയ ഹക്സിനോവിനോട് സെമ്യോണിച്ചിന് അതിയായ സ്നേഹവും ഒപ്പം അയാളോട് താൻ ചെയ്ത ക്രൂരതയിൽ പശ്ചാത്താപവും ഉണ്ടാകുന്നു. അങ്ങനെ ജയിൽ അധികൃതരോടും അക്സിനോവിനോടും പണ്ട് താൻ ചെയ്ത കൊലപാതക വിവരങ്ങൾ ഏറ്റുപറയുന്നു ഈ സെമ്യോണിച്ച്. അക്സിനോവ് സെമ്യോണിച്ചിന് മാപ്പ് കൊടുക്കുന്നു. കുറച്ചു നാളുകൾക്കുള്ളിൽ ഹക്സിനോവിന് ജയിൽ മോചിതനാകാനുള്ള ഉത്തരവും വരുന്നു. എന്നാൽ ജയിൽ മോചനം സാധ്യമാകുന്നതിന് മുൻപ് തന്നെ ഹക്സിനോവ് ഈ കഥയിൽ മരിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല 26 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പിന്നീട് ഹക്സിനോവിന് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. വീടും കുടുംബവും കച്ചവടവും സമ്പത്തുമെല്ലാം വെറും താൽക്കാലിക നേട്ടങ്ങളാണെന്നുമുള്ള തിരിച്ചറിവോടെയായിരുന്നു ഹക്സിനോവിന്റെ മരണം. അപ്പോൾ തങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് പോലും ക്ഷമിക്കുക, വിശ്വാസാധിഷ്ഠിതമായി ജീവിക്കുക, നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തുടങ്ങിയ സാരോപദേശങ്ങൾ കുട്ടികൾക്ക് നൽകുക എന്നതായിരുന്നു ഈ കഥാരചനയ്ക്ക് പിന്നിലെ ടോൾസ്റ്റോയിയുടെ ഉദ്ദേശം. മനുഷ്യരുടെ നിരപരാധിത്വം ദൈവത്തിനറിയാമെന്ന് കഥയിൽ സ്ഥാപിക്കുന്നുണ്ട്. എന്നാൽ ഇത് തെളിയിക്കപ്പെടുന്നതിന് ഒരുപക്ഷെ കാലതാമസം ഉണ്ടായേക്കാം എന്നുള്ള ഒരു സൂചന കൂടി ഈ കഥയിലുണ്ട്. ഇതാണ് ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന ടോൾസ്റ്റോയ് കഥയുടെ സാരാംശം.